ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങൾക്കാണ് പശ്ചിമ ബംഗാൾ ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു അധികാരമാറ്റമല്ല അവിടെ സംഭവിച്ചത്, മറിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആധുനിക സാങ്കേതിക വിദ്യയെയും കൂട്ടുപിടിച്ച് നടത്തിയ ഒരു വൻ അട്ടിമറിയാണെന്ന ഗൗരവകരമായ ആരോപണങ്ങൾ ഉയരുകയാണ്. മമതാ ബാനർജി എന്ന പോരാളി തെരുവിൽ പകച്ചു നിൽക്കുകയല്ല, മറിച്ച് തൻ്റെ ജനതയുടെ വോട്ടവകാശം കവർന്നെടുത്തവർക്കെതിരെ വിരൽ ചൂണ്ടുകയാണ്. എൻ്റെ മണ്ണിൽ BJP ജയിച്ചതല്ല, അവർ വോട്ട് മോഷ്ടിച്ചതാണ് എന്ന് ദീദി വിളിച്ചു പറയുമ്പോൾ അത് വെറും ഒരു രാഷ്ട്രീയ വിലാപമല്ല. വോട്ടർ പട്ടികയിൽ നിന്ന് നിഗൂഢമായി അപ്രത്യക്ഷമായ 1 കോടിയോളം വോട്ടർമാരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ വോട്ടുകൾ വെട്ടിമാറ്റിയോ? അതോ CRPF എന്ന കേന്ദ്രസേന ജനാധിപത്യത്തിന്റെ കാവൽക്കാരല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടാ സംഘമായി മാറിയോ? വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വെച്ച് ഒരു മുഖ്യമന്ത്രിക്ക് പോലും മർദ്ദനമേൽക്കുന്ന അവസ്ഥയിലേക്ക് ഫാസിസം വളർന്നു. അധികാരം പിടിക്കാൻ BJP പയറ്റിയ ബംഗാൾ മോഡൽ അട്ടിമറികൾ നാളെ കേരളത്തിലും ആവർത്തിക്കപ്പെടില്ല എന്ന് ആർക്ക് ഉറപ്പു നൽകാൻ കഴിയും? ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്ന ഈ വാർത്താവിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ബംഗാളിലെ രാഷ്ട്രീയ പോരാട്ടം ഇന്ത്യ ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഇടപെടലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ച ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബംഗാളിൽ ആകെ 294 സീറ്റുകളാണുള്ളത്. അതിലേക്ക് 2026 ഏപ്രിൽ 1-ലധികം ഘട്ടങ്ങളിലായിട്ടാണ് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് നടന്നത്. ശേഷം 2026 മെയ് 4-5 തീയതികളിലായി വോട്ടെണ്ണൽ പൂർത്തിയായി. ഫലം വന്നപ്പോൾ BJP 206 സീറ്റുകൾ നേടി ചരിത്രപരമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്കും, തൃണമൂൽ കോൺഗ്രസ് 81 സീറ്റുകൾ നേടി പ്രതിപക്ഷത്തേക്കും, കോൺഗ്രസിന് 2ഉം മറ്റുള്ളവർക്ക് 2 സീറ്റും. ഇങ്ങനെയായിരുന്നു അവിടെ മൊത്തത്തിലുള്ള ഒരു സീറ്റ് നില എന്ന് പറയുന്നത്. അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നും ഈ തിരഞ്ഞെടുപ്പ് ഫലം ജനവിധിയല്ലെന്നും മറിച്ച് കൃത്യമായ ഗൂഢാലോചനയുടെ ഫലമാണെന്നും മമതാ ബാനർജി ആരോപിച്ചു. ഈ ആരോപണം പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയെ കുറിച്ചാണ്. ഏറ്റവും ഭീകരമായ ജനാധിപത്യ വിരുദ്ധ നടപടി നടന്നത് വോട്ടർ പട്ടികയിലാണ്. SIR എന്ന പ്രക്രിയയിലൂടെ ഏകദേശം 90 ലക്ഷം മുതൽ 1 കോടി വരെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കി. സാധാരണയായി നടക്കുന്ന വോട്ടർ പട്ടിക പുതുക്കലിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ SIR. 2025 ബീഹാറിൽ തുടങ്ങിയ ഈ പദ്ധതി പിന്നീട് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വോട്ടർമാരെല്ലാവരും പുതിയ അപേക്ഷ നൽകുകയും പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുകയും ചെയ്യേണ്ടി വന്നു. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ 700ഓളം ജഡ്ജിമാരെ ഇതിനായി നിയോഗിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ഏകദേശം 60.06 ലക്ഷം പേരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൽ 27.16 ലക്ഷം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇത് എങ്ങനെയാണ് ബാധിച്ചത്? വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്തത് പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട 2 പ്രവണതകൾ ഇവയൊക്കെയാണ്. 5000-ലധികം വോട്ടർമാരെ ഒഴിവാക്കിയ 187 മണ്ഡലങ്ങളിൽ 119 എണ്ണത്തിലും BJP ആണ് വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്തത്. ഇതിൽ 28 സീറ്റുകളിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം BJP സ്ഥാനാർത്ഥി നേടിയ വിജയ മാർജിനേക്കാൾ കൂടുതലായിരുന്നു. ഈ 28 സീറ്റുകളിൽ 26 എണ്ണത്തിലും 2021 തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചിരുന്നത്. അതായത് വോട്ടർമാരുടെ കുറവ് തൃണമൂലിന് തിരിച്ചടിയായപ്പോൾ അത് BJPക്ക് വിജയമൊരുക്കി. ഇനി രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ഒഴിവാക്കിയ പ്രധാനപ്പെട്ട 2 സീറ്റുകളിൽ 13 എണ്ണത്തിലും തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചത്. തൃണമൂൽ വിജയിച്ച ആകെ സീറ്റുകളിൽ 18 എണ്ണത്തിൽ വോട്ടർമാരെ നീക്കം ചെയ്ത കണക്ക് അവരുടെ വിജയ മാർജിനേക്കാൾ കൂടുതലായിരുന്നു. ചുരുക്കത്തിൽ മൊത്തം 47 മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരുടെ എണ്ണം അവിടുത്തെ വിജയ മാർജിനേക്കാൾ കൂടുതലാണ്. ഇതിനർത്ഥം ആ വോട്ടർമാർ കൂടി പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മണ്ഡലങ്ങളിലെ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നതാണ്. നിലവിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ പരാതികൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നിയമിച്ച ട്രൈബ്യൂണലുകൾ പരിശോധിച്ച് വരികയാണ്.
ബംഗാൾ പിടിക്കുന്നതിലൂടെ RSSന്റെയും BJPയുടെയും ദീർഘകാല ലക്ഷ്യമായ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് മനുഷ്യരെ ചിതലുകൾ എന്ന് വിളിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഫാസിസ്റ്റ് നീക്കത്തിന്റെ ആദ്യ പടിയാണിതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. നമ്മൾ ഇതുവരെ കണ്ടത് ബംഗാളിലെ വോട്ടെണ്ണൽ കണക്കുകൾ മാത്രമല്ല, മറിച്ച് ഒരു ജനാധിപത്യം എങ്ങനെ നിശബ്ദമായി കശാപ്പ് ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. മമതാ ബാനർജി എന്ന പകരമില്ലാത്ത പോരാളിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ BJP പയറ്റിയത് രാഷ്ട്രീയ തന്ത്രങ്ങളല്ല, മറിച്ച് ഭരണഘടനാ വിരുദ്ധമായ ഗൂഢാലോചനകളാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു. 1 കോടിയോളം വരുന്ന സാധാരണക്കാരുടെ വോട്ടവകാശം സാങ്കേതിക വിദ്യയുടെ മറവിൽ വെട്ടിമാറ്റിയപ്പോൾ അവിടെ തോറ്റത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയല്ല, മറിച്ച് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന കാവൽക്കാരൻ മയങ്ങിക്കിടക്കുമ്പോൾ കേന്ദ്രസേനയെ മുൻനിർത്തി BJP ഗുണ്ടകൾ ബംഗാളിന്റെ ജനവിധിയെ ഹൈജാക്ക് ചെയ്തു. പോളിംഗ് ബൂത്തുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും കണ്ടത് അക്രമത്തിന്റെ താണ്ഡവമായിരുന്നു. ഒരു മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷിതയായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇരിക്കാൻ കഴിയാത്ത വിധം അക്രമം അഴിച്ചുവിട്ടവർ ജനാധിപത്യത്തിന്റെ പുതിയ നിർവചനം എഴുതാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സംഘപരിവാർ ശക്തികൾ ഒരു കാര്യം മറന്നുപോകുന്നു. ബംഗാളിന്റെ മണ്ണ് വിപ്ലവത്തിൻ്റെതാണ്. ദീദി പറയുന്നത് പോലെ ഇത് അവസാനമല്ല, ഒരു പുതിയ സമരത്തിന്റെ തുടക്കം മാത്രമാണ്. മോഷണം നടത്തിയും കള്ളത്തരം കാണിച്ചും നേടിയെടുത്ത ഈ അധികാരം എത്ര നാൾ അവർക്ക് നിലനിർത്താനാകും? ഇന്ന് ബംഗാളിൽ പരീക്ഷിച്ച ഈ അട്ടിമറി മോഡൽ നാളെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ആവർത്തിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം ബംഗാളിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യയുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതുകൂടിയാണ്. ജനാധിപത്യം മരിച്ചിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബംഗാളിലെ ഈ കനൽ നാളെ ഇന്ത്യയിലാകെ പടരുമെന്നത് ഉറപ്പാണ്. പോരാട്ടം തുടരും, നീതി പുലരുന്നതുവരെ.